നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ചത് ഏതാണ്? GNP ആണ്. അപ്പൊ മൊത്തം നമ്മൾ 3 കോൺസെപ്റ്റ്സ് പഠിച്ചു. ഓർക്കുന്നുണ്ട് ഏതൊക്കെയാ? GDP, NDP, GNP അല്ലെ? അപ്പൊ ആദ്യത്തെ തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കുന്നില്ലേ? മറന്നോ? എന്താണ്? ഗ്രോസ് വേർഡ്സ് നെറ്റ്. ആദ്യത്തെ എന്താണ്? GDPയും NDPയും തമ്മിലുള്ള ഡിഫറൻസ് ആ പഠിച്ചത്. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഒരു ഗ്രോസ് ആയിട്ടുള്ള അല്ലെ ഗ്രോസ് ഉൽപ്പന്നമാണ്. അതിന്റെ കൂടെ എന്താണ്? എപ്പോഴും എന്തുണ്ടായിരിക്കും? ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ആ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഡക്റ്റ് കിട്ടും അല്ലെ? അങ്ങനെയാണ് നമ്മൾ GDPയും NDPയും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചത്. ആണല്ലോ? ഡൗട്ട് ഇല്ല. അടുത്ത നോക്കി GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്? നമ്മൾ പഠിച്ചതാണ്. GDPയോടൊപ്പം വിദേശ വരുമാനം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ GDP GNP ആയി മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോകരുത്. എന്താണത്? അത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്തൊക്കെയാണ്? ഫാക്ടർ ഇൻകം, ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് മൈനസ് ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇൻകം പെയ്ഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ രാജ്യത്ത് ഇവിടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന ക്യാഷ് അല്ലെ? റിസീവ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ പുറത്തു പോയി ജോലി ചെയ്യുന്നില്ലേ? അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന ക്യാഷ്. അപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന, അതായത് ഇൻഫ്ലോ ഓഫ് മണിയും പിന്നെ ഇവിടെ നിന്നുള്ള ഔട്ട്ഫ്ലോ ഓഫ് മണിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെ? അപ്പൊ അതുകൂടെ വിദേശ വരുമാനം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഏതിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ കോൺസെപ്റ്റിൽ നിന്ന്, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ GNP ഉള്ള കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെ GDP ഡിറൈവ് ചെയ്യാം? അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ, നേരത്തെ NDPയിൽ നിന്നല്ലേ GDP കണ്ടുപിടിച്ചേ, ഇത് പിന്നെ എങ്ങനെയാണ്? ഇത് നാഷണൽ പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ നാഷണൽ പ്രോഡക്റ്റ് GDPയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം? GDP കണ്ടുപിടിക്കാൻ നോക്കുക. GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നോക്കുക, GDP ഈസ് ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ GDP എങ്ങനെ കണ്ടുപിടിക്കാം? GNPയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ചാൽ പോരെ? അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വരുമ്പോഴാണ് GDP എന്തായി മാറുന്നത്? ഒരു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയി മാറുന്നത്. അപ്പൊ ആ നാഷണൽ പ്രോഡക്റ്റിനകത്തുനിന്ന് എന്ത് കുറച്ചാൽ? വിദേശ വരുമാനം കുറച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി മാറും? ആഭ്യന്തര ഉൽപ്പന്നമായി മാറും. ആഭ്യന്തര ഉൽപ്പന്നം ദേശീയ ഉൽപ്പന്നമായി മാറുന്നതിൽ എന്ത് വരുമ്പോഴാണ്? വിദേശ പണം വരുമ്പോഴാണ്. അപ്പൊ അത് എന്താണ്? ആ ദേശീയ വരുമാനത്തിൽ നിന്ന്, ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ എന്താവും? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്തായി മാറും? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയി മാറും. എങ്ങനത്തെ? ആഭ്യന്തര ഉൽപ്പന്നമായി മാറും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. നോക്കുക, ഫസ്റ്റ് നമ്മൾ പഠിച്ചു GDP എന്താന്ന് പഠിച്ചു അല്ലെ? GDP പഠിച്ചു. അടുത്ത ടേം ഏതാ പഠിച്ചേ? NDP പഠിച്ചു. നോക്കുക, ഇവിടെ എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഗ്രോസ് പ്രോഡക്റ്റും നെറ്റ് പ്രോഡക്റ്റും ആണ് ഡിഫറൻസ്. ബാക്കി രണ്ടും എന്താണ്? ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് തന്നെയാണ്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഇത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദിസ് ഈസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. രണ്ടും എന്താണ്? ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. വിദേശ വരുമാനമൊന്നും ഇവിടെ കണക്കാക്കുന്നില്ല. ഇവിടെ ഉള്ള വ്യത്യാസം എന്താണ്? ഗ്രോസ് വേർഡ്സ് നെറ്റ്. ഗ്രോസും നെറ്റും തമ്മിലാണ് വ്യത്യാസം. എന്താണ് വ്യത്യാസം? ഗ്രോസ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ്സ് എന്ത്? ഡിപ്രീസിയേഷൻ. ഇനി നെറ്റ് പ്രോഡക്ട്സ് ആകുമ്പോൾ അതിൽ എന്ത് ഒഴിവാക്കും? നമ്മൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്യും. അങ്ങനെ ഗ്രോസ് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ നെറ്റ് പ്രോഡക്റ്റ് കിട്ടും. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? GDP മൈനസ് ഡിപ്രീസിയേഷൻ. GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത്? NDP എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് ആണ് അല്ലെ? അപ്പം ഗ്രോസ് വേർഡ്സ് നെറ്റ്, രണ്ട് മേജർ ഡിഫറൻസസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഗ്രോസ് വേർഡ്സ് നെറ്റ്, അതായത് എന്താണ്? ഗ്രോസ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ, നെറ്റ് എക്സ്ക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം. നോക്കാം, അപ്പൊ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ് ഈസ് ഡിപ്രീസിയേഷൻ. Others are same അല്ലെ? Both are domestic products. The only differences is gross versus net. The difference between gross versus net is depreciation. Gross includes depreciation, net excludes depreciation. അങ്ങനെയാണെങ്കിൽ NDP, net domestic product is equal to gross domestic product minus depreciation അല്ലെ?
ഒരു ആഭ്യന്തര ഉൽപ്പന്നത്തിനകത്ത് നിന്ന് അത് ഉത്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാന ചെലവുകൾ കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് അറിയാം. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഡിപ്രീസിയേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് GDP കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ ഇതിൽ നിന്ന് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ അല്ലെ NDPയുടെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മാത്രം മതിയാവും? കാര്യം NDPയും GDPയും തമ്മിലുള്ള ഒരേ ഡിഫറൻസ് ചെയ്ത് മാത്രമാണ്, ഏക ഡിഫറൻസ് ചെയ്ത് മാത്രമാണ് ഡിപ്രീസിയേഷൻ. NDPയിൽ ഇല്ലാത്തത് ഇത് ഡിപ്രീസിയേഷൻ, GDPയിൽ ഉള്ളത് ഡിപ്രീസിയേഷൻ. സോ ആ NDPയിൽ എന്ത് കൂടെ ആഡ് ചെയ്താൽ? ഡിപ്രീസിയേഷൻ കൂടെ ആഡ് ചെയ്താൽ NDP എന്തായി മാറും? GDP ആയി മാറും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് അല്ലെ. ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ഗ്രോസ് വേഴ്സ് നെറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിച്ചത്. ബാക്കി രണ്ടും എന്താണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രോസ് വേഴ്സ് നെറ്റ്. ക്ലിയർ അല്ലേ? ഗ്രോസ് വേഴ്സ് നെറ്റ്. ഗ്രോസ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ, നെറ്റ് എക്സ്ക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണോ? ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് ഇതാണ്. This is the second concept. Second concept means actually ഇത് third concept ആണ്. പക്ഷെ ഡിഫറൻസ് പറയുന്നത് സെക്കൻഡ് ഡിഫറൻസസ് ഇവിടെയാണ് നമ്മൾ പറയുന്നത്. എന്താ കാര്യം? ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റും എന്താണ്? ഡൊമസ്റ്റിക്കും നാഷണലും കോൺസെപ്റ്റ്സ് ആണ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ട് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് അവരുടെ ഡിഫറൻസ് ഗ്രോസ് വേഴ്സ് നെറ്റ് ആണെങ്കിൽ, അടുത്ത കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് വേഴ്സ് നാഷണൽ. എന്താണ്? ഒരു ആഭ്യന്തര ഉൽപ്പന്നവും ഒരു ദേശീയ ഉൽപ്പന്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് ദേശീയ ഉൽപ്പന്നത്തിലുള്ള വ്യത്യാസം എന്താണ്? ദേശീയ ഉൽപ്പന്നം അഥവാ നാഷണൽ പ്രോഡക്റ്റിൽ എന്തുണ്ട്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഉണ്ട്. എന്നാൽ എന്താണ്? ആഭ്യന്തര ഉൽപ്പന്നത്തിൽ എന്തില്ല? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇല്ല. അതാണ് എന്ത്? ഒരു ആഭ്യന്തര ഉൽപ്പന്നത്തെയും ദേശീയ ഉൽപ്പന്നത്തെയും വ്യത്യസ്തമാക്കുന്നത്. ആഭ്യന്തര ഉൽപ്പന്നം മീൻസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ദേശീയ ഉൽപ്പന്നം മീൻസ് നാഷണൽ പ്രോഡക്റ്റും. നോക്കുക, ഒരു നാഷണൽ പ്രോഡക്റ്റ് ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താ അത്? അതായത് GDPയുടെ കൂടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ എന്തുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശ വരുമാനം കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഒരു ദേശീയ ഉൽപ്പന്നം ഡൊമസ്റ്റിക് ഉൽപ്പന്നം അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പന്നം എന്തായി മാറുന്നു? ദേശീയ ഉൽപ്പന്നമായി മാറുന്നെങ്കിൽ ആ ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് എന്ത് കുറച്ചാൽ? വിദേശ വരുമാനമായിട്ടുള്ള നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെ. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? ഇൻകം ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ക്ലിയർ ആവോ? അപ്പൊ ആ ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ച രണ്ട് ബേസിക് ഡിഫറൻസസ് ഇതാണ്. എന്താണ്? ഗ്രോസ് വേർഡ്സ് നെറ്റും ഡൊമസ്റ്റിക് വേർഡ്സ് നാഷണലും. ക്ലിയർ അല്ലേ? അപ്പോൾ നാഷണലിനെയും ഡൊമസ്റ്റിക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അതുപോലെ തന്നെ ഗ്രോസിനെയും നെറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഫാക്ടർ എന്താണ്? ഡിപ്രീസിയേഷനും ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് വേറൊരു കോൺസെപ്റ്റ്, അതായത് നമ്മള് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്തുനിന്ന് അല്ലെ GDPയിൽ നിന്ന് എന്താണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയിരുന്ന കാര്യം, GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോ നിങ്ങൾക്ക് എന്ത് കോൺസെപ്റ്റ് കിട്ടി? നമ്മൾ എന്ത് പഠിച്ചു? എന്താ പഠിച്ചത്? NDP കിട്ടി അല്ലെ. GDP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് NDP. അങ്ങനെയാണെങ്കിൽ ഈ GNP എന്നുള്ള കോൺസെപ്റ്റ് ഇറ്റ് ഇസ് എ ഗ്രോസ് കോൺസെപ്റ്റ് അല്ലെ. GNP എന്താണ്? ഒരു ഗ്രോസ് കോൺസെപ്റ്റ് ആണ്. ഈ GNPയിൽ നിന്ന് അല്ലെ, ഈ GNPയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ കുറച്ചു കൊടുത്താൽ അവിടെ എന്ത് കിട്ടും? അവിടെ ഒരു നെറ്റ് കോൺസെപ്റ്റ് കിട്ടും. സംശയമുണ്ടോ? GNP മൈനസ് ഡിപ്രീസിയേഷൻ. നമ്മൾ ആദ്യം പഠിച്ച ഈ കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രോസ് കോൺസെപ്റ്റിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ എന്താണ് കുറച്ച് കഴിഞ്ഞാൽ, കാര്യം ഗ്രോസ് കോൺസെപ്റ്റിൽ എന്തുണ്ട്? ഓൾറെഡി ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്തായി മാറും? ഒരു നെറ്റ് പ്രോഡക്റ്റ് ആയി മാറുമെങ്കിൽ, നെറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടത്തെ ഇതെന്താണ്? GNP ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രോസും നെറ്റും വരുന്ന കോൺസെപ്റ്റിൽ എപ്പോഴും എന്താ സംഭവിക്കുക? ഇവിടെയാണ് മാറ്റം വരുന്നത്. ബാക്കി രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മളിപ്പോ ആദ്യം പഠിച്ചത് GDP ആയിരുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിരുന്നത് കൊണ്ട് GDPയില് ഡിപ്രീസിയേഷൻ വന്നപ്പോ അത് എന്തായി മാറി? NDP ആയി മാറി അല്ലേ.
ഈ രണ്ട് ടേമും ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് ആയിരുന്നു. ഇത് NP എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോഡക്റ്റ് ആണ്. സോ ഇവിടെ ഈ G എന്നുള്ള ടേമിന് മാത്രമാണ് മാറ്റം വരിക അല്ലെ. GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ടേം വരും. ദാറ്റ് ഈസ് നോൺ ആസ് NNP. എന്താണ് NNP? എന്താ NNP? ഇപ്പൊ NNP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? NNP മീൻസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പൊ എന്താ ഇത്? നേരത്തെ നമ്മള് GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ടേം ആണ് NDP. അത് NDP ആയത് എന്തുകൊണ്ടാണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കുറച്ചത് അല്ലെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചപ്പോഴാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടിയത്. ഇവിടെ എന്താണ്? ഒരു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ. അപ്പൊ കുറയ്ക്കുമ്പോൾ നാഷണൽ പ്രോഡക്റ്റിൽ മാറ്റം വരുമോ? നാഷണൽ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആവണമെങ്കിൽ എന്താ മാറണം? എന്താ മാറേണ്ടത്? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നാഷണൽ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആവണമെങ്കിൽ അവിടെ വരേണ്ടത് എന്താണ്? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. ഇവിടെ നമ്മൾ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് അല്ല നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്നത്. ഇതാ ഡിപ്രീസിയേഷൻ ആണ്. GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുമ്പേ പഠിച്ചു. ഡിപ്രീസിയേഷൻ ആണ് എന്ത്? ഗ്രോസ് വേർഡ്സ് നെറ്റ് ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ ഇവിടെ വരുന്ന മാറ്റം എന്തായിരിക്കും? നെറ്റിലാണ് മാറ്റം വരുന്നത്. ഗ്രോസ് മാറി നെറ്റ് ആവുന്നു. നാഷണൽ പ്രോഡക്റ്റ് അതുപോലെ തന്നെ നിൽക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെ. സോ NNP ആയി മാറുന്നു. ഇവിടെ ഫസ്റ്റ് പഠിച്ച അതേ കോൺസെപ്റ്റ് നാഷണൽ പ്രോഡക്റ്റിൽ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് GNP എങ്ങനെ കണ്ടുപിടിക്കാം? ഈ NNP വെച്ചിട്ട് GNP ഈസ് ഈക്വൽ ടു GNP എങ്ങനെ കണ്ടുപിടിക്കാം? NNPയുടെ കൂടെ എന്ത് വേണം? ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. നെറ്റിൽ എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ നെറ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ മതി അല്ലെ. നെറ്റിനോടൊപ്പം ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? രണ്ട് ബേസിക് ഡിഫറൻസസ് വെച്ചിട്ട് നമ്മൾ 4 കോൺസെപ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് കോൺസെപ്റ്റ്സ്? 4 ബേസിക് കോൺസെപ്റ്റ്സ്. എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? നോക്കുക. ഫസ്റ്റ് നമ്മള് GDP എന്താന്ന് പറഞ്ഞു, NDP എന്താന്ന് പറഞ്ഞു. അത് എന്ത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാ പറഞ്ഞേ? എന്ത് വെച്ചിട്ടുള്ള ഡിഫറൻസാ പറഞ്ഞേ? ഡിപ്രീസിയേഷൻ വെച്ചിട്ട്. അതേപോലത്തെ ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. GNP NNP തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ വെച്ചിട്ടാണ് അല്ലെ. ഇനി അടുത്തൊരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞ എന്താണ്? അപ്പൊ അങ്ങനെ ബേസിക് 4 ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് വേറൊരു ഡിഫറൻസ് കൂടെ പറഞ്ഞു. അതെന്താ? എന്ത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞേ? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് വെച്ചിട്ടുള്ള ഡിഫറൻസ് അല്ലെ. നാഷണൽ വേർഡ്സ് ഡൊമസ്റ്റിക് ഡിഫറൻസ്. അതെന്താ പറഞ്ഞേ? GNP GDP തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. പറഞ്ഞല്ലേ നമ്മള്. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൂടെ, ഒറ്റ കാര്യം കൂടെ ഉണ്ട്. നമ്മള് NNP എങ്ങനെ കണ്ടുപിടിക്കാം? NNP ഈസ് ഈക്വൽ ടു നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡിന്റെ കോൺസെപ്റ്റില് NNP എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? ശ്രദ്ധിക്കുക. NNP ഈസ് ഈക്വൽ ടു നോക്കുക. ഇങ്ങനെ എഴുതിക്കൂടെ? NDP തന്നാൽ ഒരു ക്വസ്റ്റ്യനില് NNP തന്നേക്കുന്നു, കണ്ടുപിടിക്കണം. NDP തന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടും നെറ്റ് പ്രോഡക്ട്സ് ആണ്. ആദ്യം രണ്ടും നെറ്റ് പ്രോഡക്ട്സ് ആണ്. Then the difference is on the second letter. അതായത് നാഷണൽ ആണ്, ഇവിടെ ഡൊമസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? അപ്പൊ ഫസ്റ്റ് രണ്ടും നെറ്റ് പ്രോഡക്റ്റ് ആണ്. സോ ഇവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കണ്ട. രണ്ടും നെറ്റ് ആയതുകൊണ്ട് അവിടെ ഒന്നും ക്ലിയർ ചെയ്യാനില്ല. സോ സെക്കൻഡ് പ്രോഡക്റ്റ് ദാറ്റ് ഇസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഇത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ആണ്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ വേർഡ്സ് ഡൊമസ്റ്റിക്? എന്താണ് നാഷണൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ്? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആണെങ്കിൽ അപ്പൊ ആദ്യം തന്നിരിക്കുന്ന നാഷണൽ പ്രോഡക്റ്റ് ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എന്ത് വേണം? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? എന്താ ചെയ്യേണ്ടത്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്ത് എന്തില്ല? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഇല്ല. സോ അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്ത് ആഡ് ചെയ്യണം? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ഒരു NDP പ്രോഡക്റ്റ് എന്തായി മാറുന്നു? NNP ആയി, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയി മാറുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസും തന്നാൽ NDP എങ്ങനെ കണ്ടുപിടിക്കാം? NDP ഈസ് ഈക്വൽ ടു NDP എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? NDP ഈസ് ഈക്വൽ ടു NNP. എക്സാമിന് ഇത്രയും തന്നേക്കുവാണ്. എങ്ങനെ കണ്ടുപിടിക്കും? NNP what is the difference between domestic product and national product? Domestic product എന്ത് ഇല്ല? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഇല്ല. എവിടെ ഉണ്ട്? നാഷണൽ പ്രോഡക്റ്റിലുണ്ട്. സോ
NNP എന്ത് ചെയ്യണം, NNP യിൽ നിന്ന് കുറയ്ക്കണം. അപ്പോഴത് എന്തായി മാറും, വിദേശ പണം നമ്മൾ കുറയ്ക്കുവാണ്. സോ NNP എന്തായി മാറുന്നു, NDP ആയി മാറുന്നു. അപ്പൊ നമ്മൾ എത്ര ഡെഫിനിഷൻസ് പഠിച്ചു? ഈ രണ്ട് ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് നമ്മൾ കുറെ എന്താണ് ഇക്വേഷൻസ്, കുറെ ഡെറിവേഷൻസ് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇന്ന് പഠിച്ചത്? ബേസിക്കലി നോക്കുക, പഠിച്ചതെല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? NDP അല്ലെ? ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് NDP ആണ്. NDP എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഏതിൽ നിന്നാണ്? നമ്മൾ ഡിപ്രീസിയേഷൻ കോൺസെപ്റ്റ് ആണ് ആദ്യം പഠിച്ചത് അല്ലെ? ഗ്രോസ് വേർഡ്സ് നെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഡിപ്രീസിയേഷൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ NDP അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്തുനിന്ന് അല്ലെ GDP എന്ത് ചെയ്തു? GDP എന്ത് ചെയ്തു? GDP യിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. NDP യിൽ അതായത് ഗ്രോസ് പ്രോഡക്റ്റിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. നെറ്റ് പ്രോഡക്റ്റിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല അല്ലെ? അതെല്ലാം നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയുള്ള ഡിഫറൻസ് എന്താണ്? നെറ്റ് പ്രോഡക്റ്റ് ആണ്, ഇത് ഗ്രോസ് പ്രോഡക്റ്റ് ആണ്. ബാക്കി രണ്ടും എന്താണ്? രണ്ട് ഏരിയയും സെയിം ആണ്, ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് ആണ്. സോ നമ്മൾ നെറ്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഗ്രോസിൽ നിന്ന്, ഗ്രോസിലുള്ള ഡിപ്രീസിയേഷന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സോ എന്താണ്? NDP is equal to GDP minus depreciation. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഏരിയ നോക്കാം. ഇതിനകത്ത് എങ്ങനെ നമുക്ക് GDP കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് GDP എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക. എന്താണ് ഡിഫറൻസ്? നെറ്റും ഗ്രോസും ആണ്, ബാക്കി സെയിം ആണല്ലോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? NDP യിൽ നിന്ന് NDP-യോടൊപ്പം എന്ത് ആഡ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കോൺസെപ്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? NDP is equal to GDP minus depreciation. GDP എങ്ങനെ കണ്ടുപിടിക്കും? GDP is equal to NDP plus depreciation. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് അല്ലെ? ഗ്രോസ് വേർഡ്സ് നെറ്റ് അല്ലെ? എന്താണ് ഇവിടെ എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അല്ലെ? ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ നോക്കുക, നെറ്റ് പ്രോഡക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ. നെറ്റ് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഗ്രോസ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി നെറ്റ് പ്രോഡക്റ്റിനോടൊപ്പം ഡിപ്രീസിയേഷൻ കൂട്ടും. ബിക്കോസ് വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇതെന്താണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് എവിടെ വരുന്നു? നെറ്റിലും ഗ്രോസിലും. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ഇനി സെക്കൻഡ് നമ്മൾ എന്താ പഠിച്ചത്? GNP പഠിച്ചു. എന്താ GNP? അപ്പൊ ഇത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ള പ്രോഡക്റ്റ് ആണെന്നൊക്കെ നമ്മൾ GDP പഠിച്ചതാണ്. അതൊന്നും ഇനി ഞാൻ പറയുന്നില്ല. ഇതിനടുത്ത് GNP എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ പ്രോഡക്റ്റ് ആണ്. എന്താ നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പന്നത്തിനോടൊപ്പം വിദേശ വരുമാനം കൂടെ കൂട്ടുന്നത് കൊണ്ടാണ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്തായി മാറുന്നത്? നാഷണൽ പ്രോഡക്റ്റ് ആയി മാറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എങ്ങനെ എഴുതാം? GNP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? GDP-യോടൊപ്പം GDP പ്ലസ് GDP-യോടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോടൊപ്പം വിദേശ വരുമാനം, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പഠിച്ചു. എന്തൊക്കെയാണ്? ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് മൈനസ് ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? GDP കണ്ടുപിടിക്കാം. GDP എങ്ങനെ കണ്ടുപിടിക്കും? GDP ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന് എന്ത് ഒഴിവാക്കിയാൽ മതി? വിദേശ വരുമാനം എക്സ്ക്ലൂഡ് ചെയ്താൽ മതി. സോ GNP മൈനസ് എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യുകയും ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു? ഇവിടുത്തെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, ഇവിടെ നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഡിഫറൻസ് എന്താണ്? ഡൊമസ്റ്റിക് വേർഡ്സ് നാഷണൽ ആണ്. ഇവിടെ എന്താണ്? ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? ഗ്രോസ് വേർഡ്സ് നെറ്റ് ആണ് അല്ലെ? സോ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? ഇവിടെ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഡിഫറൻസ്. നമ്മൾ അടുത്തത് പഠിച്ചത് എന്താണ്? അടുത്ത നമ്മൾ പഠിച്ചത് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ NDP ആൻഡ് NNP. NDPയും NNPയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. NDP ഉണ്ട്. നമ്മൾ എങ്ങനെ NNP വെച്ച് കണ്ടുപിടിക്കും? NDP എങ്ങനെ കണ്ടുപിടിക്കുന്നേ? നമുക്കറിയാം NDP എന്ന് പറഞ്ഞ ഒരു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് എന്താണ്? NNPയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കും? NDP-യിൽ എന്തില്ല? വിദേശ വരുമാനം ഇല്ല. അതായത് NNP-യിൽ ഉണ്ട് വിദേശ വരുമാനം. സോ NDP is equal to NNP മൈനസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം. ഇനി നമുക്ക് NDP കണ്ടുപിടിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് തന്നേക്കുവാ അല്ലെ? ഈ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കും? NDP കിട്ടണമെന്നുണ്ടെങ്കിൽ NDP ആണ്. സോ NDP കിട്ടണം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്?
ഡാഷ് മൈനസ് എന്ന് തന്നിട്ടുണ്ട്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ഓപ്ഷൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NNDP. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും NDP? അപ്പൊ ഇവിടെ എന്ത് കൊടുത്താൽ കറക്റ്റ് ആവും? അപ്പൊ എന്ത് കൊടുക്കണം? NNP കൊടുക്കണം അല്ലെ? ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ചോ നിങ്ങൾ എങ്ങനെയാണ്? NNP മീൻസ് എങ്ങനെയാ? NNPയിൽ നിന്ന് NNP മീൻസ് എന്താ? നാഷണൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നാഷണൽ പ്രോഡക്റ്റിൽ എപ്പോഴും എന്തുണ്ടാവും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഉണ്ടാവും. ബാക്കി എന്താണ്? ഇവിടെ രണ്ടും നെറ്റ് പ്രോഡക്ട്സ് തന്നെയാണ് അല്ലെ? ഇവിടെ രണ്ടും നെറ്റ് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് ഏതിൽ മാത്രം? ഡൊമസ്റ്റിക് കോൺസെപ്റ്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്താണ്? അത് ഈക്വൽ ആയി മാറും. സോ ഇവിടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് തന്നേക്കുന്നു? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് തന്നേക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് തന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? NNPയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? NDP ആയി മാറുന്നു. ഇത് നമ്മൾ ആദ്യം പഠിച്ച GNP NNP കോൺസെപ്റ്റിന്റെ അതുകൂടെ പറയാനുണ്ട്. അപ്പൊ ഇതിനകത്ത് തിരിച്ചും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് NNP എങ്ങനെ കണ്ടുപിടിക്കുന്നത്? NNP എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള അല്ലെ? ഇതിപ്പം NNP ഇത് രണ്ടും എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന കാര്യം എന്താണ്? രണ്ട് നെറ്റ് പ്രോഡക്റ്റ് ആണ് അല്ലെ? അതിന് ഒന്ന് നെറ്റും ഒന്ന് ഗ്രോസും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ല. അതിന് വേറെ കുറെ സ്റ്റെപ്പുകൾ പിന്നെയും വരും. അപ്പൊ ഇവിടെ രണ്ടും നെറ്റ് തന്നെയാണ്. ഡിഫറൻസ് എവിടെയാണ്? നെറ്റും ഡൊമസ്റ്റിക്കും ആണ്. അപ്പൊ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യുകയോ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ ഇതിപ്പോ നാഷണൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായതുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ എന്ത് ചെയ്യും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇനി ഇത്രയും കേസ് നമ്മൾ പറഞ്ഞു. NDP, GDP, GNP, GDP പല രീതിക്ക് ഇത് ഡിപ്രീസിയേഷന്റെ കേസ് വെച്ചും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വെച്ചും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. ഇനി ഡിപ്രീസിയേഷന്റെ കേസ് വെച്ച് GNP NNP കോൺസെപ്റ്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. നോക്കുക എന്താണ്? NNP എങ്ങനെ കണ്ടുപിടിക്കാം? GNP തന്നിരുന്നാൽ NNP എങ്ങനെ കണ്ടുപിടിക്കാം? GNP തന്നിരുന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? NNP ഈസ് ഈക്വൽ ടു GNP. GNP എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ഡിപ്രീസിയേഷൻ. നമ്മൾ ആദ്യം പഠിച്ചതല്ലേ? എന്താണ്? രണ്ടും നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഡിഫറൻസ് എവിടെയാണ്? ഗ്രോസും നെറ്റും ആണല്ലേ? ഗ്രോസും നെറ്റും ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ്. ഗ്രോസ് ആൻഡ് നെറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഡിപ്രീസിയേഷൻ ആണെന്നിരിക്കെ നെറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം അല്ലേ? ഇതിന് അടുത്ത നോക്കുക. എങ്ങനെ GNP കണ്ടുപിടിക്കാം? ഈ കോൺസെപ്റ്റിൽ നിന്ന് തന്നിരിക്കുന്നത് എങ്ങനെ GNP കണ്ടുപിടിക്കാം? NNPയോടൊപ്പം NNP എന്ന് പറയുന്നത് എന്താണ്? രണ്ട് നാഷണൽ പ്രോഡക്റ്റ് തന്നെ ഗ്രോസും നെറ്റും ആണ് ഡിഫറൻസ്. സോ ഗ്രോസ് കിട്ടാൻ വേണ്ടി നെറ്റിനോട് നമ്മൾ എന്ത് ചെയ്യും? എന്ത് ഇൻക്ലൂഡ് ചെയ്യും? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. ആണോ? നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? നെറ്റ് വേർഡ്സ് ഗ്രോസ് ഡിപ്രീസിയേഷൻ ആണെന്നും, അതുപോലെ നാഷണൽ പ്രോഡക്റ്റ് വേർഡ്സ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണെന്ന്. അപ്പം ഇതോടെ വ്യക്തമാവേണ്ട കാര്യം എന്താണ്? ഗ്രോസ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ, നെറ്റ് എക്സ്ക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. അത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഡിഫറൻസ്. നാഷണൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് എക്സ്ക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആവോ? ദെൻ ഇനി വാട്ട് ഈസ് നാഷണൽ പ്രോഡക്റ്റ്? നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലിയർ ആവേണ്ട കാര്യം. ഡെഫിനിഷൻ എല്ലാം അറിയാലോ. എന്താ? ആദ്യം GDP ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസും നെറ്റും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. If that product is included with depreciation, it is known as gross product. If that product is deducted with depreciation, if the product is excluded from depreciation, it is known as net domestic product. അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? നാഷണൽ പ്രോഡക്റ്റ്. വാട്ട് ഈസ് നാഷണൽ പ്രോഡക്ട്സ്? നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് അല്ലെ? ഒരു രാജ്യത്തുള്ള ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഇൻക്ലൂഡിംഗ് ഇൻകം ഫ്രം എബ്രോഡ്. വിദേശത്തു നിന്നുള്ള വരുമാനം കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? അത് നാഷണൽ പ്രോഡക്റ്റ് ആവുന്നു. ഇഫ് യു ആർ ഇൻക്ലൂഡിംഗ് വാട്ട് എന്താ നമ്മൾ അതിനകത്ത് എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്താൽ? ഡിപ്രീസിയേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇഫ് യു ആർ എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. ഏതിന്റെ? നാഷണൽ പ്രോഡക്റ്റും ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണെങ്കിൽ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ
രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇൻകം എന്താ റിസീവ്ഡ് ഫ്രം എബ്രോഡ് മൈനസ് ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ക്ലിയർലി ഇത് മസ്റ്റ് ആയിട്ടും ക്ലാസ് കണ്ട ഉടനെ ഇത് എഴുതി പഠിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ ടേമിലും ഇമ്പോർട്ടന്റ് ചോദിക്കുന്ന 5 മാർക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതിപ്പോ ഇതിന്റെ ബേസിക് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെപ്പറേറ്റ് പ്രോബ്ലംസ് ഒക്കെ വേറെ ഉണ്ട്, ഒത്തിരി ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി വേറെ ഒരു കോൺസെപ്റ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ഈ ഡിപ്രീസിയേഷനും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും പോലെ വേറൊരു കോൺസെപ്റ്റ് കൂടി ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് ഇത്രയും മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ.